വീഡിയോ ഒരു പോട്ട് പെയിന്റിംഗ് ആണ്. ആക്ച്വലി ഇതൊരു പോട്ടൊന്നുമല്ല. യെസ്, പണ്ടത്തെ വീട്ടിലൊക്കെ ഉപ്പുമാങ്ങ ഒക്കെ ഇട്ട് വെക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഭരണിയാണിത്. അപ്പം ഇപ്പം അതിന് യൂസ് ഒന്നുമില്ലല്ലോ, ഇപ്പം ആരും അങ്ങനെ ഉപ്പുമാങ്ങ ഒന്നും ഇട്ട് വെക്കാറില്ല. അപ്പം ആ ഭരണീനെയാണ് ഇപ്പം ഇതുപോലെ ഒരു ചെടിയാക്കിയിട്ടുള്ളത്. അപ്പം ആ ചെടിനെ ഞാൻ പെയിന്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതിനായിട്ട് ഞാൻ മെറ്റാലിക് പെയിന്റ് ആണ് യൂസ് ചെയ്തത്. പിന്നെ ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ യൂസ് ചെയ്തില്ല. മെറ്റാലിക് ആയതുകൊണ്ട് ഓൾറെഡി അതിനൊരു ഗ്ലേസിംഗ് ഉണ്ട്. പിന്നെ അതെനിക്ക് സീൽ ചെയ്യേണ്ട ആവശ്യമില്ല, വെള്ളമൊന്നും ആവുന്നില്ല. അതുകൊണ്ട് തന്നെ അത് സീൽ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ ഔട്ട്ഡോറിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് വാർണിഷ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സീലർ യൂസ് ചെയ്തിട്ടൊന്ന് സീൽ ചെയ്ത് കൊടുക്കണം. അല്ല ഇൻഡോർ ആണെങ്കിൽ ഇങ്ങനെ തന്നെ ജസ്റ്റ് പെയിന്റ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ടുഡേയ്സ് വീഡിയോ ഈസ് ഓൾ അബൌട്ട് ദിസ്. സോ സ്ട്രേറ്റ് ടു ദി വീഡിയോ. ആദ്യം നമുക്കിതിന് ബേസ് കോട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഫെവിക്രിലിൻ്റെ വൈറ്റ് ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒരു സ്പോഞ്ച് ബ്രഷ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുക. അതാകുമ്പോൾ സ്പീഡിൽ വേഗം പെയിൻറ്റ് ചെയ്ത് തീർക്കാം. ഇതുപോലുള്ള വലിയ സർഫേസിലൊക്കെ ചെയ്യുമ്പോഴും സ്പോഞ്ച് ബ്രഷ് തന്നെയാണ് നല്ലത്. നമുക്കൊരു പാലറ്റിലേക്ക് കുറച്ച് പെയിൻറ്റ് ഒഴിച്ച് വെച്ച് ഈ സ്പോഞ്ച് ബ്രഷ് അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇത് ഫുള്ളായിട്ടൊരു ബേസ് കോട്ട് കൊടുത്തെടുക്കാം. അത് ഒരു തിൻ ലെയർ ഓഫ് ബേസ് കോട്ടിൻ്റെ ആവശ്യമുള്ളൂ. ബിക്കോസ് നമ്മളിതിൻ്റെ മുകളിൽ ഇനിയും പെയിൻറ്റ് ആഡ് ചെയ്യുന്നത് കൊണ്ട് ഇതത്ര തിക്കായിട്ടുള്ള ഒരു ബേസ് കോട്ടിൻ്റെ ആവശ്യം നമുക്കില്ല. ജസ്റ്റ് ഒരു 1 ലെയർ ഓഫ് ബേസ് കോട്ട് മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പോൾ ഇത് ഫുൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു പെൻസിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറേ ഇതിൽ നിറച്ചും കളങ്ങൾ വരച്ചെടുക്കണം. അപ്പം നമ്മുടെ കയ്യിലുള്ള പോട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ള കളങ്ങൾ കൊടുക്കാം. വലിയ പോട്ടാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ കളങ്ങൾ കൊടുക്കണം. ചെറിയ പോട്ടാണെങ്കിൽ അതിനനുസരിച്ച് ചെറിയ ചെറിയ കളങ്ങൾ കൊടുത്താൽ മതി. ഇതിപ്പോൾ വലിയൊരു പോട്ടായതുകൊണ്ട് ഞാൻ അത്യാവശ്യം വലിയ വലുപ്പത്തിലുള്ള കളങ്ങളാണ് കൊടുക്കുന്നത്. അതിന് ഇന്ന ഡിസൈൻ ഒന്നുമില്ല, നമുക്ക് തോന്നുന്നത് പോലെ എന്തെങ്കിലും അസിമെട്രിക്കലായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഷേപ്പിൽ ഫുള്ളായിട്ട് വരച്ചെടുക്കാം. ഇനി നമുക്കതിൻ്റെ ഓരോരോ കളത്തിലായിട്ട് ഓരോരോ കളേഴ്സ് അടിച്ചു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 6 കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 5 അല്ലെങ്കിൽ 6, അതിൽ കൂടുതൽ കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ബോറായി പോകും. അപ്പോൾ മാക്സിമം ഒരു 6 കളേഴ്സൊക്കെ യൂസ് ചെയ്താൽ മതി. അത് ഇടവിട്ടുള്ള കളങ്ങളിലായിട്ട് ഓരോരോ കളേഴ്സ് നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. കോൺട്രാസ്റ്റ് കളേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത് മെറ്റാലിക് പെയിൻ്റ് ആണ്. മെറ്റാലിക് പെയിൻ്റ് ആകുമ്പോൾ അത് ഉണങ്ങാൻ കുറച്ച് പാടായിരിക്കും. ഓവർനൈറ്റ് വെച്ചാൽ അത് ഉണങ്ങി കിട്ടത്തുള്ളൂ. നോർമൽ പെയിൻ്റ് ആണെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ ഉണങ്ങി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ലെയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു നെക്സ്റ്റ് ഡേയെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നോർമൽ കളേഴ്സൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ലെയർ കൊടുക്കാം. ഫസ്റ്റ് ഒരു ലെയർ കൊടുത്തിട്ട് അത് ഉണങ്ങി കഴിയുമ്പോൾ അടുത്ത ലെയർ ഒരു 2 ലെയേഴ്സ് കൊടുത്താലേ ഉള്ളൂ കളേഴ്സ് ഭംഗിയായിരിക്കും. ഇല്ലെങ്കിൽ അത്ര തിക്കല്ലെങ്കിൽ കളേഴ്സ് ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇടവിട്ട കളത്തിലായിട്ട് അത് കൊടുത്തുകൊണ്ടിരിക്കാം. കളർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം കളേഴ്സ് അടുത്തടുത്ത് റിപ്പീറ്റ് ആവാത്ത നോക്കണം. കുറച്ച് ഒരു 2-3 കളേഴ്സൊക്കെ വിട്ടേച്ച് ഒന്നുകൂടി റിപ്പീറ്റ് ആവുന്നത് പോലെ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്കങ്ങനെ ഈ കളങ്ങൾ ഫുൾ ഇതുപോലെ ഓരോ കളേഴ്സായിട്ട് കൊടുത്ത് ഫുള്ള് ഫില്ല് ചെയ്യാവേ.
ഇതുപോലൊരു ഡോട്ടിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഡോട്ട് ഇടാം. അപ്പോൾ ഇതിന് ഡോട്ടിംഗ് ടൂൾ വേണമെന്ന് നിർബന്ധമില്ല. എന്തെങ്കിലും ഇയർബഡ്സോ പെൻസിലോ അങ്ങനെ എന്തെങ്കിലും ഒരു റൗണ്ടിലുള്ള എന്തെങ്കിലും ടിപ്പുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇതേപോലെ 2 കളേഴ്സ് ജോയിൻ ആവുന്നതിൻ്റെ അപ്പുറവും ഇപ്പുറവും സ്ട്രെയിറ്റ് ആയിട്ട് 2 ഡോട്ട്സ് ഇടുക. ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതേപോലെയാണ് ഡോട്ട്സ് ഇടേണ്ടത്. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ ഡോട്ട്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലൊരു ഔട്ട്ലൈനർ എടുത്തിട്ട്, ഇത് ഫെവിക്രിലിൻ്റെ ഒരു വൈറ്റ് ഔട്ട്ലൈനറാണ്. ഔട്ട്ലൈനർ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഔട്ട്ലൈനർ ആകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ 0 സൈസ് ബ്രഷ് എടുത്തിട്ട് വൈറ്റ് പെയിൻറ്റിൽ മുക്കിയിട്ട് ഇതുപോലെ വരച്ചാലും മതിയാവും. ഈ ലൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ബ്ലാക്ക് ഡോട്ട്സ് ഉണ്ടല്ലോ അപ്പുറവും ഇപ്പുറവും. അപ്പോൾ ഒരു ബ്ലാക്ക് ഡോട്ടിൻ്റെ സെൻറ്ററിൽ നിന്നും അടുത്ത ബ്ലാക്ക് ഡോട്ടിൻ്റെ സെൻറ്ററിലേക്കാണ് വരയ്ക്കേണ്ടത്. അല്ലാതെ അത് ഫുൾ കവർ ചെയ്യുന്നത് പോലെ വരയ്ക്കരുത്. അപ്പോഴേ ഉള്ളൂ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു എഫക്റ്റ് വരത്തുള്ളൂ. 2ൻ്റെ സെൻറ്റർ ജോയിൻ ചെയ്യുന്നത് പോലെ ലൈൻസ് വരച്ചെടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.